ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, കൽപ്പറ്റയിലെ പുത്തൂർവയൽ പിയോഫൻ ധ്യാന കേന്ദ്രത്തിലേക്കും അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന കൈയിട്ടി ഈശോയുടെ സവിധത്തിലേക്കും ഞാൻ ഹാർദവമായി സ്വാഗതം ചെല്ലുന്നു. എല്ലാ മക്കളും ചേർന്ന് ഈശോയ്ക്കൊരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെളുപ്പാങ്കാലം 3 മണി പവിത്രമായൊരു സമയത്ത് എഴുന്നേറ്റ് ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സങ്കീർത്തകനോട് ചേർന്ന് നന്ദി പറഞ്ഞാലോ? പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. കർത്താവേ എല്ലാത്തിനും നന്ദി. ന്യായാധിപൻ 18:6. സമാധാനമായി പോകുവിൻ, കർത്താവ് നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ സംരക്ഷിക്കും. ഇന്നത്തെ ജീവിതയാത്രയിൽ സമാധാനത്തോടെ ഇരുന്നാൽ മതി. ഉത്കണ്ഠ വ്യഗ്രത ഒന്നും വേണ്ട. കർത്താവ് നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൂടെ ഉണ്ടാവും. ചേർന്ന് നിന്ന് മുട്ടുകുത്തിക്കെ. അപൂർവങ്ങളിൽ അപൂർവമായ കൈട്ടീശയുടെ നൊവേനിലെ ഏറ്റവും നിർമ്മലമായ ഒരു ഭാഗം നമ്മൾ എടുത്തുകൊണ്ട് ഒരു നിയോഗം വെക്കാൻ പോവുകയാണ്. എല്ലാവരും മുൾക്കിരീടമൊക്കെ തണിയുക. കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തുക. ഒരു നിയോഗം അത് നിൻ്റെതാണ്. ഞാനായിട്ട് നൽകുന്ന 2 നിയോഗങ്ങൾ. ഒന്ന്, നമ്മുടെ വത്സല മക്കൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ഉത്കണ്ഠയുണ്ട്, ആ മക്കളെല്ലാം കെട്ടപ്പെട്ട ഈശോയുടെ കയ്യിലേക്ക് വയ്ക്കുക. 2, യുദ്ധത്തിൻ്റെ കെടുതികളിൽ പെട്ടുപോയ മക്കളെ കുടുംബങ്ങളെയൊക്കെ ഒന്ന് ഈശോയുടെ കെട്ടിലേക്ക് വയ്ക്കുക. 3, നിൻ്റെ നിയോഗമാണ്. ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിന്നെ വലയം ചെയ്യുന്നൊരു കെട്ടുണ്ടല്ലേ മകനെ, വിശ്വസിക്കുക. കെട്ടപ്പെട്ട ഈശോ ഇന്ന് രാവിലെ നിൻ്റെ കെട്ടഴിക്കാൻ പോവുകയാണ്. ചേർന്ന് നിന്നേ. എല്ലാവരും ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ. കർത്താവെ, പ്രാർത്ഥിക്കും ദൈവമേ, പുലർകാലം 3 മണി എന്നോടൊപ്പം ഉണർന്ന് കെട്ടപ്പെട്ടവൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ മക്കളെയും കെട്ടഴിഞ്ഞു പോട്ടെ. ധീരമായി കൈകൾ നീട്ടിപ്പിടിച്ചൊന്ന് ചൊല്ലിക്കേ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഒപ്പം ഈശോയോട് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർവയൽ ധ്യാന കേന്ദ്രത്തിലേക്ക് അടുത്ത വ്യാഴാഴ്ച കടന്നു വരും. നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹം എണ്ണി ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ. നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട്. നിൻ്റെ കെട്ടുകളെല്ലാം ഈശോ അഴിക്കും. പ്രിയ മക്കളെ, ഓർക്കുക, വ്യാഴാഴ്ചയാണ് 9:30 നിങ്ങൾക്ക് ഇവിടെ എത്താം. ഇല്ല, ബുധനാഴ്ച വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ മുൻപ് ദിവസം തന്നെ വരാം. നിങ്ങൾക്ക് ഡോർമെട്രി സിസ്റ്റം ഉണ്ട്. വിശ്രമിച്ചുകൊണ്ട് വ്യാഴാഴ്ചത്തേക്ക് ഒരുങ്ങാം. പിയോഫൻ ധ്യാന കേന്ദ്രത്തിൽ ഓർത്തൊരു നിമിഷം നന്ദി പറഞ്ഞു. എല്ലാ ദിവസവും പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധന നടക്കുകയാണ്. എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പരിശുദ്ധ ദിവ്യകാരുണ്യ തണലിൽ ഇരുന്നു കൊണ്ട് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട്. എല്ലാ മാസം ആദ്യ വെള്ളിയാഴ്ച രാത്രി നൈറ്റ് വിജിലാണ്, ജാഗരണമുണ്ട്. ഞങ്ങളിത് ഭവനങ്ങൾ തോറും ഹോം മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നോമ്പുകാലമാണ്. ഞങ്ങൾ ഇടവക തോറും ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സദ്വാർത്തയ്ക്ക് എല്ലാവരും പറയുക, നീയും കടന്നു വരിക. 2 സദ്വാർത്ത പറയുകയാണ് ഒരു കപ്പൂച്ചിൻ വൈദികൻ എന്ന നിലയിൽ. ഒന്ന്, ഈ വർഷം കത്തോലിക്ക തിരുസഭ ലിയോ 14 തിരുമനസ്സുകൊണ്ട് ഫ്രാൻസിസ് അസീസിയുടെ വർഷമായിട്ടാണ് ആഘോഷിക്കുക. അദ്ദേഹം സ്വർഗം പുകിയിട്ട് 800 വർഷമായി. വലിയ ആത്മീയ നിറവ് നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഇൻ്റലിജൻസ് അഥവാ പൂർണ്ണദണ്ഡ വിമോചനം, പാപമോചനം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ഫ്രാൻസിസ്കൻ ആലയത്തിലേക്ക് പ്രവേശിക്കുക, ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കുമ്പസാരം നടത്തുക, പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥം തേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയോഗത്തിനായിട്ട് ഒരു വിശ്വാസ പ്രമാണം, 3 സ്വർഗസ്ഥനായത്, 3 നന്മ നിറഞ്ഞൊരു തീർത്ഥോസ്തവം ചൊല്ലിക്കും. നിങ്ങൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം, വിടുതൽ ലഭിക്കും. വ്യാഴാഴ്ച ഇതൊരു ഫ്രാൻസിസ്കൻ ആലയമായതുകൊണ്ട് വ്യാഴാഴ്ച വരുമ്പോൾ നിങ്ങളത് ചെയ്യണം. ഒപ്പം ഈ ശുശ്രൂഷയിലേക്ക് എത്രത്തോളം മക്കളെ കൊണ്ടുവരാമോ അത്രത്തോളം മക്കളെ നിങ്ങൾ കൊണ്ടുവരണം. 2, ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എൻ്റെ പ്രൊവിൻസിലെ ഫാദർ തിയോഫൻ, ഈ വർഷങ്ങളിൽ അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയരുകയാണ്. അദ്ദേഹത്തെ കത്തോലിക്ക തിരുസഭ ഇപ്പോൾ തന്നെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. എറണാകുളം വൈറ്റില പൊന്നൂരിൽ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിലെത്താം. അനേകായിരങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ആ സദ്വാർത്ത നിങ്ങളും പ്രചരിപ്പിക്കുക. ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ ത്രിയേക ദൈവം നിന്നെ, നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.